ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വന്നിട്ടുള്ളത്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഒലിവിയ ഡിസൈൻസിൽ വർക്ക് ചെയ്തെന്ന് അവകാശപ്പെടുന്ന ഒരു പെൺകുട്ടി, മനീഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ, കണ്ടോളസൻസ്. വളരെ ദുഃഖമുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടീൻ്റെ അച്ഛൻ മരിച്ചതിൽ. കാരണം എല്ലാ പെൺകുട്ടികൾക്കും അവരവരുടെ അച്ഛനെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. സോ എഗെയിൻ കണ്ടോളസൻസ്. പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒലിവിയ ഇഷ്യൂസിൽ പെൺകുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നടക്കുന്ന ചില വ്യക്തികൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയാസിൽ. ഞാനൊരു പോസ്റ്റ് ഇവിടെ കാണിക്കാം. ഇതിൽ പറയുന്നത്, ഈ പെൺകുട്ടി എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണം, ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ബീവി എന്നറിയപ്പെടുന്ന സ്ത്രീ ഇതിനകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴെ തന്നെ വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, കടുത്ത സൈബർ അറ്റാക്ക് മൂലമാണ് പെൺകുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടതെന്ന്. കടുത്ത സൈബർ അറ്റാക്ക് മൂലമാണ് പെൺകുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതേ തുടർന്ന് അവരൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നേരെ ഈ പെൺകുട്ടിയുടെ മരണം നൈസായിട്ട് ഒലിവിയ ഡിസൈൻസിന്റെ തലയിൽ അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. എന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഈ നിങ്ങളെല്ലാവരും ഒലിവിയ ഡിസൈൻസുമായിട്ട് ബന്ധപ്പെടുന്ന ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് വീഡിയോസ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയങ്ങളിലൊക്കെ പെൺകുട്ടികളെയൊക്കെ കൊണ്ട് നിരത്തി ഒലിവിയ ഡിസൈൻസിന്റെ വീട്ടിൽ പോയി കൂവിയതും വെപ്പാട്ടികളെന്ന് വിളിച്ചതും അവിടെ പെൺവാണിഭമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഒലിവിയ ഡിസൈൻസിന്റെ പരസ്യമായി ആക്ഷേപിച്ചതുമൊക്കെ ഈ ബീവി എന്ന് പറയപ്പെടുന്ന സ്ത്രീ തന്നെയാണ് മുന്നിട്ട് നിന്നത്. അതിനെല്ലാം എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ കണ്ടോണ്ടിരിക്കുന്നില്ലേ? ഇതൊക്കെ അവിടെ പെൺവാണിഭമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛന്റെ മനസ്സിലുള്ള വേദന എന്തായിരിക്കും? അയ്യോ, എൻ്റെ മോളും ഇതുപോലൊരു പെൺവാണിഭ സംഘത്തിലാണോ പോയി പെട്ടതെന്നൊക്കെ ആ അച്ഛനും കണ്ടോണ്ടിരിക്കുന്നുണ്ടാവില്ലേ? അപ്പൊ അതൊന്നും അച്ഛന് വിഷമോ ദുഃഖമോ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഈ ഒരു പൈസ ഒരു 10,000-20,000 വില കുറച്ച് കാണുന്നതല്ല, 10,000-20,000 പൈസ കിട്ടാനുള്ളതിന്റെ പേരിലാണോ അച്ഛൻ ആത്മഹത്യ ചെയ്തത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരു സാഹചര്യം വരും, അതിനെ മുതലാക്കരുത് സ്ത്രീയെ. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒലിവിയ ഡിസൈൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇവരതിന് ചുക്കാൻ പിടിക്കുന്നതും. അതിന് ഇവര് പരസ്യമായിട്ടാണ് പോയിട്ട് വെപ്പാട്ടികളെ എന്നൊക്കെ വിളിച്ചതും കൂവിയതും. അതുപോലെ തന്നെ പെൺവാണിഭമാണ് അവിടെ നടക്കുന്നത്, സെക്ഷൽ അബ്യൂസ് ആണ് അവിടെ നടക്കുന്നത്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഓരോ കഥകളെ പറഞ്ഞ് പ്രചരിപ്പിച്ച വ്യക്തി ആരാണ്? ഈ പറയുന്ന ബീവി എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണ്. തെളിവുകളൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. ഒരു പെൺകുട്ടിയും ഇതുപോലെ വന്നിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല, എന്നെ ഇതുപോലെ അവർ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടികളും മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പൊ കുറെ പേര് എന്നെ വന്ന് പൊങ്കാലിടുമായിരിക്കും, ഞാൻ വെളുപ്പിക്കാൻ നോക്കുന്നതാണ്, നീ ഒരു പെണ്ണല്ലേ, നിനക്കും അച്ഛനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് എന്നെ പൊങ്കാലിടാൻ വരുമായിരിക്കും. ഞാൻ ഇവരോടൊക്കെ പ്രത്യേക ഒരു കാര്യം പറയാണ്, എനിക്കൊരു ഫാദർ ഉണ്ട്, ഞാനും ഒരു പെണ്ണാണ്, എൻ്റെ അച്ഛനെ നഷ്ടപ്പെടുന്ന വേദന എന്താണെന്ന് എനിക്കറിയാം. ഓക്കെ, ഇതൊന്നും അറിയാതെയല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. പക്ഷെ ഒരു മരണം എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുമ്പോൾ അതിനെ നൈസായിട്ട് ഈ ഇവരുടെ ഒരു ബിസിനസ് തന്ത്രത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു പേഴ്സണൽ നേട്ടത്തിന് വേണ്ടിയിട്ട് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രുവിന്റെ തലയിൽ നൈസായിട്ട് കൊണ്ടിടാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവർ ഈ ബീവി എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ കമ്മ്യൂണിറ്റി ടാഗിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അണ്ടറിൽ വേറൊരു വ്യക്തി അതിന് റിപ്ലൈ ആയിട്ട് നല്ല അടിപൊളി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിവിടെ കാണിക്കാം സ്ക്രീനിൽ. പെൺകുട്ടികളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണ്? ബീവി എന്ന് പറയുന്ന സ്ത്രീയാണ്. പരസ്യമായിട്ട് ആക്ഷേപം നടത്തുന്നത് ആരാണ്? ബീവി എന്ന് പറയുന്ന സ്ത്രീയാണ്. അല്ലാതെ ഒലിവിയ ഡിസൈൻസിലെ അശ്വതി എച്ച് എന്ന് പറയുന്ന ഓണർ ഒരു തരത്തിലും ഇതുവരെ ഒരു പെൺകുട്ടിയുടെയോ ഒരു വ്യക്തിയുടെയോ പേരെടുത്തിട്ട് പരാമർശിക്കുകയോ അവരെ ആക്ഷേപിക്കുകയോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അവരവരുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ്. അതിനിടയിൽ വന്നിട്ടുള്ള കുറച്ച് ലേബർപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് സമ്മതിക്കുന്നുണ്ട്. ലേബർപരമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ആയതാണ്. ഈ വരുന്ന കമ്മിങ് August 14 അതിലൊരു തീരുമാനം ആവുകയും ചെയ്യും. അന്ന് എത്ര കുട്ടികൾക്കാണോ ഇത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പൈസയും മൊബൈലും സിമ്മൊക്കെ കിട്ടാനുള്ളത്, എല്ലാവർക്കും അന്ന് 14 തീയതി, August 14 അത് കൊടുക്കുകയും ചെയ്യും. ഈ വരുന്ന August 14, ഇനി ആകെ ഒരു 5-6 ദിവസമേ ഉള്ളൂ August 14 വേണ്ടിയിട്ട്. അപ്പൊ അത്രയും ദിവസം വെയിറ്റ് ചെയ്യുക. പൈസ അല്ലെങ്കിൽ ഈ പെൺകുട്ടി എന്ന് പറയുന്നത്, മനീഷ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ആ പൈസ കിട്ടാത്തതിന്റെ പേരിലാണ്, ഈ പെൺകുട്ടിയുടെ ശമ്പളം കിട്ടാത്തതിന്റെ പേരിലാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തത്. അത് ഒലിവിയന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബുദ്ധിയുള്ളവന്മാരാണ് ചിന്തിക്കും. ഈ ഒരു 10,000-25,000 രൂപയാണ്, പൈസനെ ഞാൻ വില കുറച്ച് കാണുന്നതല്ല, പ്രത്യേകം എടുത്തു പറയട്ടെ. ഈ ഒരു ഇത്രയും എമൗണ്ട് കിട്ടാത്തതിന്റെ പേരിലാണോ ആ അച്ഛൻ ആത്മഹത്യ ചെയ്തത്? നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കോമൺ സെൻസ് ഉള്ളവനാണ് ചിന്തിക്കും. വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇനിയിപ്പം ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ വേണമെങ്കിൽ, വെപ്പാട്ടികളെ എന്ന് വിളിച്ചു എൻ്റെ മോളും വെപ്പാട്ടി ആയിരിക്കോ എന്ന് പറഞ്ഞതിൽ പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു വിഷമത്തിന്റെ പുറത്ത് ആത്മഹത്യ ചെയ്തതായിരിക്കും. അതല്ലെങ്കിൽ അവിടെ പെൺവാണിഭമാണ് നടക്കുന്നത്,
എന്ന് ആരൊക്കെയോ പറഞ്ഞു പരത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തതായിരിക്കും. അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. ഇനി അതുമല്ല, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാന്ന് പറയുന്നു, വല്ല സാമ്പത്തിക കടമോ പേഴ്സണൽ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്തതോ അങ്ങനെയും ആയിരിക്കാം. നമുക്ക് അങ്ങനെ പല കാരണങ്ങൾ ചിന്തിക്കാം. അതല്ലാതെ ചില ആൾക്കാരൊക്കെ വന്നിട്ട് എനിക്ക് പേഴ്സണലി ആ കുട്ടിയോട് ദേഷ്യമൊന്നുമില്ല, ആ കുട്ടിയൊക്കെ അവളുടെ ചാനൽ പോയതിന്റെ പുറത്ത് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പോലും ഒലീവിയന്റെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മരണം തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ചാനൽ പോയതിന്റെ ദേഷ്യത്തിൽ നൈസായിട്ട് ഒലീവിയക്കാരെ രണ്ട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ചാനൽ പോയതിന്റെ ഒരു വിദ്വേഷത്തിൽ ഈ ഒരു മരണം എന്ന് പറഞ്ഞ അവരുടെ തലയിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒലീവിയ എന്ന് പറഞ്ഞ വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വീഡിയോ, നമ്മുടെ വയനാട് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ. അതിൻ്റെ താഴെ പോലും എനിക്ക് വന്നൊരു കമൻറ്റാണ്, ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഒരു പെൺകുട്ടി എന്നോട് പറയുകയാണ്, നിനക്കൊന്നും ഇതിന് മതിയായില്ലേ, നീ ഒരു പെണ്ണല്ലേ, ഒരു പെൺകുട്ടിയുടെ അച്ഛനെ കൊന്നു നിന്നിട്ട് നിനക്ക് ഇതിന് മതിയായില്ലേ എന്ന്. സത്യത്തിൽ നമ്മൾ ചിന്തിക്കണം, ഞങ്ങളാണോ? ഞാൻ ഇതുവരെ ഒലീവിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പെൺകുട്ടികളെ എനിക്ക് അറിയുപോലുമില്ല ഏതൊക്കെ പെൺകുട്ടികളാണ്. ഒരാളുടെ പേരെടുത്ത് പരാമർശിക്കുക ഒന്നും ഞാൻ പെൺകുട്ടികളെ പറഞ്ഞിട്ടില്ല. ഞാൻ വേറൊരു സ്ഥാപനത്തെ പറ്റിയാണ് എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നിട്ട് പോലും എനിക്കെതിരെ വരുന്ന ആരോപണമാണിത്, ഞാൻ ആ പെൺകുട്ടിയുടെ അച്ഛനെ കൊന്നതിൽ എനിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തുവാണിത്? അപ്പൊ ദയവേത് കാണുന്ന ഓരോരുത്തരും ചിന്തിക്കുക, പെൺകുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടു, ഓക്കെ, ആ ഒരു അവസരം പോലും ഒരു ശത്രുവിനെ എറിഞ്ഞു വീഴ്ത്താനുള്ള ഒരു ആയുധമായിട്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ചെയ്യരുത്, വളരെ മോശമാണ്. ഒരു സംഭവം നടന്നതിന് രണ്ട് വശം ഉണ്ടാവും, നല്ലതും ഉണ്ടാവും മോശവും ഉണ്ടാവും. നമുക്ക് രണ്ട് രീതിയിലും ചിന്തിക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയി കാണുന്നത്.